ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 17-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഇന്നലെ 16-ാം അധ്യായത്തിൽ മോശയുടെയും അഹ്റോൻ്റെയും പൗരോഹിത്യത്തെ സംശയിച്ച് അതിനെ തുച്ഛീകരിച്ച കോരഹ്, ദാദാൻ, അബീദാം എന്നിവരും അവരോട് ചേർന്ന് നിന്നവരൊക്കെയും അവരെ ഭൂമി വിഴുങ്ങി അവർ നശിച്ചു പോയതായി നമ്മൾ കണ്ടു. അവരെ മോശയോടും അഹ്റോനോടും ചോദിച്ചത്, ദൈവം ജനത്തിൻ്റെ നടുവിലുണ്ട്, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത, നിങ്ങളുടെ നേതൃത്വത്തിന് എന്താണ് പ്രസക്തി എന്നൊക്കെ ചോദിച്ചാണ് വിശുദ്ധ സ്ഥലത്ത് അവർ ധൂപം കാട്ടാൻ വന്നപ്പോൾ ഭൂമി അവരെ വിഴുങ്ങിയതായി നമ്മൾ കണ്ടത്. ഇപ്പോൾ യഹോവയായ ദൈവം 17-ാം അധ്യായത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുകയാണ്. മോശ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തു, ഇസ്രായേൽ ഗോത്രങ്ങളിലെ 12 ഗോത്രങ്ങളെയും പ്രതി ഓരോ വടി അവരൊരുക്കി മോശയുടെ കരങ്ങളിൽ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് മോശ ആ വടി സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തെ സാക്ഷ്യപേടകത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അങ്ങനെ 12 ഗോത്രങ്ങളെ പ്രതി 12 വടികൾ അവിടെ കൊണ്ടുവയ്ക്കുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ലേവി ഗോത്രത്തിൻ്റെ വടി തളിർത്ത് പൂത്ത് അതിൽ ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. അപ്പോൾ മോശ അത് ജനത്തെ കൊണ്ടുവന്ന് കാണിച്ചു. ഇതാ ആ 12 വടികളിൽ അഹ്റോൻ്റെ വടി മാത്രം, ലേവ്യ ഗോത്രത്തിലെ അഹ്റോൻ്റെ വടി മാത്രം തളിർത്ത് പൂത്ത് അത് ഫലം കായ്ച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് യഹോവയായി ദൈവം തിരഞ്ഞെടുത്തവൻ ആരെയാണ് താൻ പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് അതിലൂടെ കാണിക്കുമെന്ന് ദൈവം മോശയോട് പറഞ്ഞിരുന്നു. അപ്രകാരം ഇസ്രായേൽ ജനത്തിന് ഒരു കാര്യം ബോധ്യമായി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ലേവ്യ ഗോത്രവും അതിലെ അഹ്റോനെയും കുടുംബത്തെയുമാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇസ്രായേൽ ജനം അവരോട് മത്സരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരം ചെയ്തത്. അതിനുശേഷം ഇനി അവർ അത് മത്സരിക്കുന്നില്ല. ആ വടി സൂക്ഷിച്ച് വയ്ക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ആ സാക്ഷ്യപേടകത്തിനുള്ളിൽ മന്നായോട് ചേർത്ത് ഈ വടിയും അഹ്റോൻ്റെ തളുത്ത വടിയും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നതായി പിന്നീട് നമ്മൾ വായിക്കും. അപ്പം അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തത് ആരാണെന്നുള്ളത് അവിടെ കാണിക്കുകയാണ്. പുതിയ നിയമം ദൈവം തൻ്റെ ദാസരെ തിരഞ്ഞെടുക്കുന്നതായ രീതി, ഇത് പഴയ നിയമത്തിൽ നമ്മളിത് കാണുന്നു. പുതിയ നിയമമായി നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നിർജീവമായ ഒരു കമ്പിൽ നിന്ന് ജീവനെ ഉളവാക്കിക്കൊണ്ട് ആത്മീയമായ മരണം പ്രാപിച്ചവരുടെ ആ നടുവിൽ, നിർജീവമായ അവസ്ഥയിൽ നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം തൻ്റെ ദാസരെ ഉയർപ്പിച്ച് അവിടെ നിർത്തുകയാണ്. അപ്രകാരമാണ് ഇന്ന് യേശുക്രിസ്തുവിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണല്ലോ എല്ലാ സുവിശേഷകരും അപ്രകാരമുള്ളതായ ശുശ്രൂഷകൾ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ലോകത്തിൻ്റെ നിർജീവമായ അവസ്ഥയിൽ അവരിങ്ങനെ ജീവനുള്ളവരെ പോലെ അവർക്ക് നിലനിൽക്കാൻ സാധിക്കും. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുമ്പോഴും അവർക്ക് ഇത് ജീവനോടുകൂടി ഇത് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഈ വലിയ കരുതലും അനുഗ്രഹവും ഉള്ളതുകൊണ്ടാണ്. അവർക്ക് ലഭിച്ചതായ അഭിഷേകം അത് നശിച്ചു പോകാതെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി പുതിയ നിയമത്തിൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ക്രൈസ്തവ സമൂഹം മുഴുവൻ പുരോഹിത ഗോത്രമാണ്, നമുക്കറിയാമല്ലോ. നിർജീവമായ ലോകാവസ്ഥയിൽ സജീവമായ അവസ്ഥയോടുകൂടി ജീവിക്കുവാനും നിലനിൽക്കുവാനും ദൈവമേ പരിശുദ്ധാത്മാവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളും ആത്മീയമായ എല്ലാ പ്രവർത്തനങ്ങളും
അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാ.